ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂട്ടൺസ്. അങ്ങനെ എന്റെ 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ന്യൂട്ടൺസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വലിയൊരു സ്വാഗതം. ഓക്കെ, എടാ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് സോഷ്യൽ സയൻസിന്റെ ഓരോരോ ചാപ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. 10th ചാപ്റ്റർ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുവരെയൊക്കെ എല്ലാവരും പഠിച്ചു ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞെങ്കിൽ കുറച്ച് ഫയർ ഒക്കെ ഇട്ടേ നമ്മുടെ ചാറ്റ് ബോക്സിൽ. വേഗം കുറച്ച് ഫയർ ഒക്കെ ഇട്ട് നിങ്ങൾ പഠിച്ചു, മിടുക്കന്മാരാണ്, മിടുക്കികളാണെന്നൊക്കെ ഒന്ന് പറഞ്ഞ് മിസ്സിനോട് നോക്കട്ടെ. ഓക്കെ, ഓൾ സെറ്റ്. യെസ്. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അറിയോ ആർക്കെങ്കിലും എന്താന്നുള്ളത്? വേഗം ചാറ്റ് ബോക്സിൽ, അറിയുന്നവർ വേഗം നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 11 നമ്മുടെ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ അവസാനത്തെ ചാപ്റ്റർ ആണ് അല്ലെ. ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ സോഷ്യൽ സയൻസ് ഇവിടെ കഴിയാണ് അല്ലേ. യെസ്. അപ്പൊ എന്താണ് ഈ ചാപ്റ്ററിന്റെ നെയിം? ചാപ്റ്റർ 11 നോക്കാം നമുക്ക്. എന്താണ് ചാപ്റ്റർ നെയിം? ദ ലോ ആൻഡ് ദ സൊസൈറ്റി, അഥവാ നിയമവും സമൂഹവും എന്നാണ് ചാപ്റ്ററിന്റെ നെയിം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട് നിയമങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ. നമ്മളിപ്പോ റോഡ് സേഫ്റ്റി അല്ലെങ്കിൽ റോഡ് സുരക്ഷാ നിയമങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോ എന്താ പറയാനുള്ളത്? ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കണം, അതേപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ധരിച്ചേ കാർ ഓടിക്കാൻ പാടുള്ളൂ, അതേപോലെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. പോടെ, നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ ഒരുപാട് നിയമങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടീച്ചേഴ്സ് പറയുന്നത് കൃത്യം 10 മണിക്ക് ക്ലാസ്സിൽ എല്ലാവരും എത്തിയിരിക്കണം, 9:45 ഇവിടെ ഉണ്ടായിരിക്കണം, യൂണിഫോം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അയൺ ചെയ്ത് ധരിച്ചിരിക്കണം, അതേപോലെ തന്നെ എന്താ ഹെയർസ്, ബോയ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഹെയർ കട്ട് ചെയ്തിരിക്കണം, ബ്ലാക്ക് ഷൂസ് അല്ലെങ്കിൽ ബ്ലാക്ക് ചെപ്പൽസ് വേണം യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരുപാട് നിയമങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈവൻ വീട്ടിൽ അമ്മ തന്നെ പറയുന്നുണ്ടാവും കൃത്യം 7 മണിയാകുമ്പോൾ പഠിക്കാൻ ഇരുന്നോളാം അല്ലെ, പറയുന്നുണ്ടാവില്ലേ? യെസ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് നിയമങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങാണ് ചാപ്റ്റർ. ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ള മക്കളെ. വാട്ട് റൂൾ ഷുഡ് വി ഫോളോ ടു കീപ് അവർ സ്കൂൾ റണ്ണിങ് സ്മൂത്ത്ലി? നമ്മുടെ സ്കൂള് സുഗമമായി നടക്കാനായി നമ്മൾ എന്തെല്ലാം നിയമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്? എന്തെല്ലാം നിയമങ്ങൾ നമ്മൾ പാലിക്കണം? ഒരുപാട് നിയമങ്ങൾ പാലിക്കാനുണ്ടോ? നോക്കാം നമുക്ക് ഏതൊക്കെയാന്നുള്ളത്. യെസ്, അതിൽ കുറച്ച് നമുക്കൊന്ന് പറയാം. ഒന്ന്, ഫോളോ ദ ടൈം ഷെഡ്യൂൾ. കൃത്യമായിട്ടുള്ള സമയക്രമം പാലിക്കണം. എപ്പ വരണം, എപ്പ പോണം, എപ്പ ബ്രേക്ക് എടുക്കണം, എത്ര മണി വരെയാണ് ഒരു ക്ലാസ്, അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂള് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. വെയർ ദ സ്കൂൾ യൂണിഫോം പ്രോപ്പർലി അല്ലെ. സ്കൂൾ യൂണിഫോം എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ട് ധരിക്കുക എന്നുള്ളതാണ്. 2. 3, മെയിൻറ്റെയിൻ ക്ലീൻലിനെസ് ഇൻ ക്ലാസ് റൂംസ് ആൻഡ് സ്കൂൾ പ്രിമിസസ് അല്ലെ. ക്ലാസ് മുറികളിലും അതേപോലെ തന്നെ സ്കൂൾ പരിസരങ്ങളും ശുചിത്വം പാലിക്കുക, വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മൾ അങ്ങനെയല്ലേ പറയാ, നമ്മൾ നമ്മുടെ വീട് എങ്ങനെയാണോ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ സ്കൂളും പരിസരവും വൃത്തിയായിട്ടും സൂക്ഷിക്കുക എന്നുള്ളത്. യെസ്. പിന്നെ എന്താ പറയുന്നത്? റെസ്പെക്ട് ദ ടീച്ചേഴ്സ്, സ്റ്റാഫ്സ് ആൻഡ് ഫെല്ലോ സ്റ്റുഡൻസ് അല്ലെ. നമ്മുടെ ടീച്ചേഴ്സിനെ, അധ്യാപകരെയും അതേപോലെ തന്നെ സ്കൂളിലുള്ള മറ്റ് ജീവനക്കാരെയും, അവർ ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാവില്ലായിരിക്കും അല്ലെ. ഓഫീസിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരോ ചേച്ചിമാരൊക്കെ ആയിരിക്കാം. അവരെയും അതേപോലെ തന്നെ നമ്മുടെ ഫെല്ലോ സ്റ്റുഡൻസ് അഥവാ സഹവിദ്യാർത്ഥികളെയും നമ്മൾ ഒരുപോലെ ബഹുമാനിക്കണം. ഇവരെല്ലാവരെയും നമ്മൾ ഒരുപോലെ വേണം ബഹുമാനിക്കാൻ. പാർട്ടിസിപ്പേറ്റ് ആക്റ്റീവ്ലി ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ് അല്ലെ. സ്കൂൾ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി പങ്കെടുക്കുക. യൂസ് സ്കൂൾ പ്രോപ്പർട്ടി റെസ്പോൺസിബിലിറ്റി. നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും, സ്വത്തല്ലേ. എന്തൊക്കെയാണ് സ്കൂൾ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ക്ലാസ് റൂംസ്, നമ്മൾ ഡെയിലി ഇരിക്കുന്ന ക്ലാസ് റൂംസ്, ബെഞ്ച്, ഡെസ്ക്, പിന്നെ ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് ആണെങ്കിൽ വൈറ്റ് ബോർഡ്, ചോക്ക്, ദെൻ ടേബിള്, ചെയർ, കമ്പ്യൂട്ടർ ലാബ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് വളരെ റെസ്പോൺസിബിലി വേണം ഉപയോഗിക്കാൻ, ഉത്തരവാദിത്തോടെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മുടെ സ്കൂള് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണ്. കിട്ടിയോ? നമ്മുടെ സ്കൂള് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണ്. സ്കൂളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണ് ഈ പറഞ്ഞത് അല്ലെ. ഇതേപോലെ പലയിടങ്ങളിലും ഒരുപാട് പല രീതിയിലുള്ള നിയമങ്ങൾ നമുക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. നോക്കാം. What will happen if these are not followed? ഈ പറഞ്ഞ നിയമങ്ങളൊന്നും തന്നെ നമ്മൾ പാലിച്ചില്ല എങ്കിൽ എന്തായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്ട്? എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? എന്ത് സംഭവിക്കും? ഒന്ന്, ഡിസോർഡർ മേ ഒക്കർ ഇൻ ദ സ്കൂൾസ് അല്ലെ. സ്കൂളുകളിൽ ഓരോ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങളും വഴക്കുകളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലാസ്സസ് മേ ബി ഡിസ്ട്രപ്റ്റഡ് ആൻഡ് ലേണിംഗ് ഇറ്റ് വിൽ അഫക്റ്റഡ് അല്ലെ. ക്ലാസ്സുകൾ ഡിസ്ട്രപ്റ്റ് ചെയ്യാനും തടസ്സപ്പെടാനും അതുവഴി നമ്മുടെ പഠനത്തെ ബാധിക്കുകയും ചെയ്യും. ക്ലാസ്സസ് ഡിസ്ട്രപ്റ്റഡ് ആവുക അല്ലെങ്കിൽ തടസ്സപ്പെടുക അതുവഴി നമ്മുടെ പഠനത്തെ ബാധിക്കുകയും ചെയ്യും.
കോൺഫ്ലിക്ട്സ് മേ അറൈസസ് among the students and staffs. വേണ്ട രീതിയിൽ നമ്മൾ നമ്മുടെ അധ്യാപകരെയും സ്റ്റാഫിനെയും സഹസുഹൃത്തുക്കളെയും ബഹുമാനിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സംഘർഷങ്ങൾ ഉണ്ടാവും അല്ലെ? അധ്യാപകരും കുട്ടികളും തമ്മിലും, അതേപോലെ തന്നെ ടീച്ചേഴ്സും സ്റ്റാഫും തമ്മിൽ, സ്റ്റാഫും കുട്ടികളും തമ്മിൽ പല രീതിയിലുള്ള സംഘർഷങ്ങളും വഴക്ക് പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാവാം. പിന്നെ എന്താ സംഭവിക്കുക? സ്കൂൾ പ്രോപ്പർട്ടി മേ ഗെറ്റ് ഡാമേജ്ഡ്. നമ്മുടെ സ്കൂളിന്റെ പ്രോപ്പർട്ടീസ് അഥവാ സ്വത്ത് ഡാമേജ് ആവാം, അഥവാ കേടുപാടുകൾ സംഭവിച്ചേക്കാം അല്ലെ? കേടുപാട് നശിച്ചു പോയേക്കാം. ഇതെല്ലാം എന്ത് സംഭവിക്കുന്നതാണ്? കൃത്യമായിട്ടുള്ള റൂൾസും കാര്യങ്ങളും ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. A safe and respectful environment will be lost. അല്ലെ? സേഫ്, സുരക്ഷിതവും അതേപോലെ തന്നെ റെസ്പെക്ട്ഫുൾ, നമ്മൾ വളരെ ആദരണീയവുമായി കൊണ്ടുപോകുന്ന ആ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് അവിടെ നഷ്ടമാകും എന്നുള്ളതാണ്. അപ്പൊ റൂൾസിന്റെ ഇവിടെ ലോസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരുപാട് റൂൾസ് നമുക്ക് സ്കൂളിൽ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തില്ല എങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരുപാട് ഇഷ്യൂസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഉണ്ടാവാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. ക്ലിയർ ആണോടാ പറഞ്ഞ കാര്യം? ഓക്കെ ആണോ? യെസ്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദീസ് ആർ നോട്ട് ഫോളോഡ് അല്ലെ? ഈ പറഞ്ഞ നിയമങ്ങളൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ റൂൾസ് ഒന്നും പാലിച്ചില്ല എങ്കിലാണ് കേട്ടോ നോട്ട് ഫോളോഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാലിച്ചില്ല എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും സംഭവിക്കാം. ഓക്കെ. ഇനി അപ്പൊ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? റൂൾസ് ആണ്, നിയമങ്ങളാണ്, പാലിക്കേണ്ടതാണ്. പാലിച്ചില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? എങ്കിൽ ഞാൻ ദാ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ പോവാണ്. വാട്ട് ഈസ് ലോ അഥവാ നിയമം എന്താണ് എന്നുള്ളത്. ലോ അഥവാ നിയമം എന്താടാ? ലോ ഈസ് ദ accepted set of rules and regulations for the existence and smooth functioning of the societies. അല്ലെ? നിയമങ്ങൾ അഥവാ ലോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് it is the accepted set of rules and regulations അല്ലെ for the existence and smooth functioning of the society. നമ്മുടെ സമൂഹത്തിന്റെ നിലനിൽപ്പിനും എക്സിസ്റ്റൻസിനും അതേപോലെ തന്നെ സ്മൂത്ത് ഫങ്ഷനിങ്, സുഗമമായ പ്രവർത്തനത്തിനും, വഴക്കുകളോ തർക്കങ്ങളോ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സുഗമമായ പ്രവർത്തനത്തിനും വേണ്ടിയുള്ള അംഗീകൃത നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഒരു കൂട്ടമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോസ് എന്ന് വിളിക്കുന്നത് അല്ലെ? വേണ്ടിയുള്ള അംഗീകൃത നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും ഒരു കൂട്ടത്തെയാണ് നിയമം അഥവാ ലോ എന്ന് വിളിക്കുന്നത്. കിട്ടിയോ മക്കളെ പറഞ്ഞ കാര്യം? അപ്പൊ ഈ വാട്ട് ഈസ് ലോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഠിച്ചേക്കണം. നന്നായിട്ട് ഒന്നുകൂടി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേ? ലോ ഈസ് ദ ആക്സെപ്റ്റഡ് സെറ്റ്സ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ? നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം നിയമങ്ങളുടെയും നിയന്ത്രണങ്ങളുടെയും കൂട്ടമാണ് എന്ത്? ലോസ് എന്ന് വിളിക്കുന്നത് അല്ലെ? Then നോക്കാം ഫോർ ദ വാട്ട്, എന്തിനാണ് നിയമങ്ങൾ? ഫോർ ദ എക്സിസ്റ്റൻസ് ആൻഡ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിന്റെ നിലനിൽപ്പിനും അതേപോലെ തന്നെ സുഗമമായ പ്രവർത്തനത്തിനും, കണ്ടോ, സുഗമമായ പ്രവർത്തനത്തിനും വേണ്ട a set of rules and procedures are known as laws. Okay അല്ലേടാ കുഞ്ഞുങ്ങളെ പറഞ്ഞ കാര്യം? സെറ്റ് അല്ലേ? യെസ്. അടുത്ത നോക്കാം. What functions do the laws perform in the society? സമൂഹത്തിൽ നിയമങ്ങൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? നമുക്കറിയാം ഹ്യൂമൻസ് ആർ ദ സോഷ്യൽ ആനിമൽസ് അല്ലെ? സാമൂഹിക ജീവികളാണ് നമ്മൾ മനുഷ്യരെല്ലാം. ലോസ് ആർ എസെൻഷ്യൽ ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെ? മെച്ചപ്പെട്ട ജീവിതത്തിനും ബെറ്റർ ലൈഫിനും അതേപോലെ തന്നെ സംരക്ഷണത്തിനുമായി അത്യാവശ്യമായ ഒന്നാണ് ലോസ് അല്ലെ? നിയമങ്ങൾ. ലോസ് എൻഷുർ ദ വെൽഫെയർ ഓഫ് എവ്രി വൺ ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമം, വെൽഫെയർ ആര് ഉറപ്പുവരുത്തുന്നുണ്ട്? നമ്മൾ ഈ പറഞ്ഞ ലോസ് ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ലോസ് ഉറപ്പുവരുത്തുന്ന ഒന്നുകൂടിയാണ്. ഇനി ലോ സെറ്റ്സ് കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ക്യാരക്ടർ, കോണ്ടാക്ട്, ആക്ഷൻസ്, ഫ്രീഡം ആൻഡ് റൈറ്റ്സ് അല്ലെ? പെരുമാറ്റം, സ്വാതന്ത്ര്യം എന്നിവയിലെല്ലാം, പ്രവർത്തനങ്ങളെല്ലാത്തിലും എന്ത് ചെയ്യുന്നു? വ്യവസ്ഥകളെല്ലാം സ്ഥാപിക്കുന്നു. പബ്ലിക് ഇൻട്രസ്റ്റ് മസ്റ്റ് ബി കൺസിഡേർഡ് അലോങ് വിത്ത് ദ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ലെ? നമ്മൾ ഓരോ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കൊപ്പം തന്നെ എന്ത് ചെയ്യണം? പൊതു താല്പര്യങ്ങളും കൂടി പരിഗണിക്കണം. നമ്മൾ ഇതിലൊരു തീരുമാനം എടുക്കുമ്പോൾ, ക്ലാസ് എല്ലാവരും കൂടി ചേർന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു കുട്ടിയുടെ തീരുമാനം മാത്രം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അഭിപ്രായം അല്ലെങ്കിൽ അതിന്റെ താല്പര്യം മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതിയോ? ഒരു കുട്ടീനെ മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതിയോ? ഇല്ല. എന്ത് ചെയ്യണം? എല്ലാ കുട്ടികളെയും ഒരുപോലെ പരിഗണിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അത്രയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള കാര്യം. ദെൻ നോക്കാം.
സൊസൈറ്റി നീഡ്സ് എ സിസ്റ്റം ടു മെയിൻറ്റെയിൻ ഓർഡർ അല്ലെ, സമൂഹത്തിന് ക്രമസമാധാനം അല്ലെ മെയിൻറ്റെയിനിങ് ഓർഡർ നിലനിർത്താനായിട്ട് ഒരു സംവിധാനം, ഒരു സിസ്റ്റം ആവശ്യമാണ്. ലോ പ്രിവെന്റ് ദ കോൺഫ്ലിക്ട്സ് ആൻഡ് പ്രൊട്ടക്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സൊസൈറ്റി. നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? സംഘർഷങ്ങൾ, പ്രിവെന്റ്സ് ദ കോൺഫ്ലിക്ട്സ് അല്ലെ, സംഘർഷങ്ങൾ തടയുകയും പ്രൊട്ടക്ടിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിന്റെ നിലനിൽപ്പ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ പ്രിവെന്റിങ് ദ കോൺഫ്ലിക്ട്സ്, സംഘർഷങ്ങൾ തടയുകയും എക്സിസ്റ്റൻസ് നിലനിൽപ്പ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. വയലേഷൻ ഓഫ് റൂൾസ് ഈസ് പണിഷബിൾ. നിയമങ്ങൾ ലംഘിക്കുന്നത് പണിഷബിൾ അഥവാ ശിക്ഷാർഹമാണ്. നിയമങ്ങൾ ലംഘിക്കുന്നത് പണിഷബിൾ അഥവാ ശിക്ഷാർഹമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ പറഞ്ഞ കാര്യം? ക്ലിയർ ആണോടാ? യെസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ഇതും നിങ്ങൾ ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്തിരുന്നോട്ടാ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലോസ് ആർ ഫോംഡ് മെയിൻലി ഇൻ 2 ways. 2 തരത്തിലാണ് ലോസ് ഫോം ചെയ്യുന്നത്. എത്ര തരത്തിലാടാ? 2 ways അഥവാ 2 തരത്തിൽ. ഒന്ന് എന്താണ്? ലോസ് ഓർ റൂൾസ് ഫോംഡ് ത്രൂ ദ സോഷ്യൽ നോംസ് ഓർ പ്രാക്ടീസസ് അല്ലെ, സാമൂഹിക മാനദണ്ഡങ്ങളിലൂടെയോ. എങ്ങനെയാണ്? ഫോംഡ് ത്രൂ സോഷ്യൽ നോംസ്, സാമൂഹിക മാനദണ്ഡങ്ങളിലൂടെയോ, പ്രാക്ടീസസ് ആചാരങ്ങളിലൂടെയോ രൂപപ്പെടുന്ന നിയമങ്ങൾ. അതാണ് ഒന്ന്. സോഷ്യൽ നോംസിലൂടെയോ പ്രാക്ടീസിലൂടെയോ അഥവാ സാമൂഹിക മാനദണ്ഡങ്ങളിലൂടെയോ ആചാരങ്ങളിലൂടെയോ രൂപപ്പെടുന്ന ഒന്ന്. മറ്റൊന്ന് ലോസ് ഫോംഡ് ബൈ സിസ്റ്റമാറ്റിക് മെക്കാനിസം അല്ലെ, മെക്കാനിസം എന്താ പറയുന്നത്? വ്യവസ്ഥാപിത സംവിധാനങ്ങളിലൂടെ രൂപപ്പെടുന്ന നിയമങ്ങൾ. സിസ്റ്റമാറ്റിക് മെക്കാനിസം അഥവാ വ്യവസ്ഥാപിത സംവിധാനങ്ങളിലൂടെ രൂപപ്പെടുന്ന നിയമങ്ങൾ. ഇങ്ങനെ 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നിയമങ്ങൾ രൂപപ്പെടുന്നത്. ചോദിക്കാം നിങ്ങളോട്, what are the 2 different forms അല്ലെങ്കിൽ what are the 2 different ways in which laws are formed എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാവുന്ന 2 തരത്തിൽ 2 പ്രധാനപ്പെട്ട തരം ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 2 വേണം പറയാനായിട്ട്. ഓക്കെ അല്ലേടാ? യെസ്. ഇനി നമുക്ക് കുറച്ച് ലോസ് പരിചയപ്പെടാം. വാട്ട് ആർ ദ ലോസ് വി ക്യാൻ ഫെമിലിയർ വിത്ത് അവർ ഡെയിലി ലൈഫ്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. രാവിലെ സ്കൂളിൽ പോകുന്നുണ്ട്, വീട്ടിൽ വരുന്നുണ്ട്, ചിലപ്പോൾ വൈകിട്ട് വന്നിട്ട് പുറത്ത് പോകുന്നുണ്ടാവും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, പരിചിതമായിട്ടുള്ള കുറച്ച് നിയമങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് ട്രാഫിക് റൂൾസ് അഥവാ ഗതാഗത നിയമങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കും ട്രാഫിക് റൂൾസ് അഥവാ ഗതാഗത നിയമങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾ എല്ലാവരും പുറത്തു പോകുന്നവരാണ്. അപ്പൊക്കെ ആയിട്ട് നിങ്ങൾ പല 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 ഗതാഗത നിയമങ്ങളെ കുറിച്ചും ട്രാഫിക് റൂൾസിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡ് റൈറ്റ്സ് ആക്ട് അല്ലെ, കുട്ടികളുടെ അവകാശ നിയമം, ചൈൽഡ് റൈറ്റ്സ് ആക്ട്. ദെൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അല്ലെ, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്. ദെൻ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ അല്ലെ. കൺസ്യൂമേഴ്സ്, ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ അളവിനേക്കാൾ കുറവാണോ തരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ അത്രയും ക്വാളിറ്റി ഉള്ള ഗുണനിലവാരമുള്ള സാധനങ്ങളല്ല തരുന്നെങ്കിലൊക്കെ നമുക്ക് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ലോയുടെ സഹായത്തോടു കൂടി കോടതിയിൽ സമീപിക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു പ്രശ്നത്തിന് പരിഹരിക്കാനും അതിനൊരു സൊല്യൂഷൻ തരാനായിട്ടും ബഹുമാനപ്പെട്ട കോടതി അതിനുള്ള ഒരു അവസരം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ പല പല നിയമങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ, കുട്ടികളുടെ അവകാശ നിയമങ്ങൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ഒരു നിയമം എന്തായാലും അറിയായിരിക്കും. നിങ്ങളെ എല്ലാവരും ചൈൽഡ് പ്രൊട്ടക്ഷൻ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടല്ലേ. യെസ്. അങ്ങനെ കുറെ അധികം നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. ഇനിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോ മേക്കിംഗ് അഥവാ നിയമനിർമ്മാണ പ്രക്രിയ. ആരാടാ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്? നിയമങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? വാട്ട് ഈസ് ലോ അഥവാ എന്താണ് നിയമം എന്നും 2 രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കാമെന്നും നമ്മൾ പഠിച്ചു അല്ലെ. ഇനി വാട്ട് ആർ ദ ഡിഫറെന്റ് ലോ മേക്കിംഗ് അല്ലെങ്കിൽ നിയമനിർമ്മാണ പ്രക്രിയ? ആരാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്? ഗവൺമെന്റ് മേക്സ് ലോസ്. ആരാണ്? സർക്കാരുകൾ നിയമനിർമ്മാണം നടത്തുന്നു. എങ്ങനെ? ത്രൂ ദ ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭയിലൂടെ, ലെജിസ്ലേച്ചറിലൂടെ, നിയമനിർമ്മാണ സഭയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ നിയമങ്ങൾ സർക്കാരിന്റെ സ്വയം ഇഷ്ടത്തോടു കൂടി മാത്രമാണോ സർക്കാർ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? അല്ല. എങ്ങനെയാണ്? പബ്ലിക് ഒപ്പീനിയൻ അല്ലെ, പൊതുജന അഭിപ്രായത്തിൽ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. കോർട്ട് ജഡ്ജ്മെന്റ്സ്, കോടതി വിധികളും അതേപോലെ തന്നെ റെക്കമെൻഡേഷൻസും, ശുപാർശകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെല്ലാം വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ കോർട്ട് പ്ലേസ് എ റോൾ ഇൻ ലോ മേക്കിംഗ് അല്ലെ, കോടതികൾ
ഈ പറയുന്ന നിയമനിർമ്മാണത്തിൽ ഒരു വലിയ പങ്കുണ്ട് കോടതികൾക്ക് അല്ലെ. കോടതികൾക്കും ഈ നിയമനിർമ്മാണത്തിൽ വലിയൊരു പങ്കുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആരാണ് നിയമം ഉണ്ടാക്കുന്നത്? ഗവൺമെന്റ് ത്രൂ ദ ലെജിസ്ലേഷൻ അല്ലെ. സർക്കാർ നിയമനിർമ്മാണ സഭയിലൂടെയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത്. പബ്ലിക് ഒപ്പീനിയൻസ് അല്ലെ, പൊതുജനങ്ങളുടെ അഭിപ്രായം കൺസിഡർ ചെയ്യും. കോർട്ടിനും വലിയൊരു റോൾ ഉണ്ട്. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഇത്രയാണ് നമുക്ക് ലോ മേക്കിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നോക്കിക്കേടാ, ഇവിടെ നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന പിക്ചർ ആണ്. ഒന്ന് മക്കളെ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്ത്യൻ പാർലമെന്റ് ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്നുള്ളതല്ല, പുറത്തെന്തെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടോ? അതേപോലെ തന്നെ കേരള നിയമനിർമ്മാണ സഭ, നമ്മളിപ്പോ പറഞ്ഞു നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ലെജിസ്ലേച്ചർ, സർക്കാരിന്റെ അല്ലെ നിയമനിർമ്മാണ സഭയാണ് ഈ കാണുന്നത്. ഇതും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കുറച്ചു പേര് കണ്ടിട്ടുണ്ടാവാം, കുറച്ചു പേര് കണ്ടിട്ടുണ്ടാവാതിരിക്കാം അല്ലെ. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കണ്ടു എന്നൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ ഇത് രണ്ടും ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അടുത്തത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സയൻസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. ഈ സയൻസ് ഒക്കെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. റോഡുകളിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ സൈൻ ബോർഡ്സ് എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കുള്ളൂ. ഓക്കെ, ഈ സൈൻ ബോർഡ്സിനെല്ലാം വലിയ അർത്ഥങ്ങളുണ്ട് അല്ലെ. ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഒന്നാമത്തത് എന്താണ്? നോ സൈക്ലിംഗ് എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ്? സൈക്കിൾ യാത്ര പാടില്ല. അങ്ങനെ ഒരു ബോർഡ് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ വഴിയിലൂടെ അല്ലെങ്കിൽ ആ സൈഡിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല? സൈക്കിള് കടന്നു പോകാൻ പാടില്ല. നോ വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കാൽനട യാത്രക്കാർ ആ വഴി പോകാൻ പാടില്ല. ഇനി മൂന്നാമത്തെ എന്താണ്? നോ പാർക്കിംഗ്, വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലെ. ദെൻ നാലാമത് സ്കൂൾ സോൺ ആണ്. കണ്ടോ, നിങ്ങളുടെ എല്ലാം സ്കൂളിന്റെ അടുത്ത് റോഡിലായിട്ട് ഇതേപോലത്തെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഒരു സ്കൂൾ ഉണ്ട്, കുട്ടികളുണ്ട്, സൂക്ഷിച്ചു പോണം എന്ന് വണ്ടി ഓടിച്ചു വരുന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒരു ബോധവൽക്കരണം കൊടുക്കുകയാണ് അല്ലെ. ഓവർ സ്പീഡിലൊന്നും വരരുത്, കുട്ടികൾ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടാവും, ശ്രദ്ധിച്ചോളണം. ഇനി അഞ്ചാമത്തെ എന്താടാ? റെയിൽവേ ലൈൻ ആണ് കേട്ടോ, അല്ലെങ്കിൽ റെയിൽവേ ഗേറ്റ്. നമ്മളിപ്പോ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതേപോലത്തെ ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? തൊട്ടടുത്ത് തന്നെ വളരെ താമസമില്ലാതെ ഒരു റെയിൽവേ ലൈൻ വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് സീബ്ര ലൈൻ ആണ്. അപ്പോൾ എവിടെയെങ്കിലും ഇപ്പൊ ഈ ഒരു സീബ്ര ലൈനിന്റെ ബോർഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അമ്മയോട് പറയണം, അമ്മ ഇതാ അവിടെ ഒരു സീബ്ര ലൈൻ ഉണ്ട്, നമുക്ക് അതുവഴി റോഡ് ക്രോസ് ചെയ്യാം. വേറെ അല്ലാതെ നേരെ റോട്ടിൽ നിന്ന് എടുത്ത് ചാടാൻ പാടില്ല, സീബ്ര ലൈൻ നോക്കി തന്നെ റോഡ് ക്രോസ് ചെയ്യുക. പിന്നെ എന്താ പറയുന്നേ? സീറ്റ് ബെൽറ്റ് ആണ് അല്ലെ. നമുക്കറിയാം 2 വീലേഴ്സ് ആകുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കണം. 4 വീലേഴ്സ് ആണെങ്കിൽ എങ്ങനെയാണ്? ഫോർ ദ സേഫ്റ്റി പ്രോപ്പർ ആയിട്ട് എല്ലാവരും ഫ്രണ്ടിൽ ഇരിക്കുന്ന 2 പേരും എങ്ങനെയായിരിക്കണം? സീറ്റ് ബെൽറ്റ് ഇട്ട് സേഫ് ആയിട്ട് വേണം പോകാനായിട്ട് അല്ലെ. 8th വൺ നോക്കടാ, നോ ഹോൺ, ഹോൺ അടിക്കാനായിട്ടല്ലേ, ഹോൺ അടിക്കാൻ പാടില്ല. നോക്കിക്കേ, അടുത്തത് 9th വെയർ ഹെൽമെറ്റ് അല്ലേ, ഹെൽമെറ്റ് ധരിക്കുക. അങ്ങനെ ഓരോ സയൻസിനും ഓരോ അർത്ഥങ്ങളുണ്ട്. 9 സയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 9 സയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ചിലത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ റെഡ് വെച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിന്റെ അർത്ഥം എന്താ? നോ സൈക്ലിംഗ്, സൈക്ലിംഗ് പാടില്ല. നോ വാക്കിംഗ്, വാക്കിംഗ് പാടില്ല. നോ പാർക്കിംഗ്, പാർക്കിംഗ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല. നോ ഹോൺ, ഹോൺ അടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, നോ സൈക്ലിംഗ്, സൈക്കിൾ സഫാരി പാടില്ല. അങ്ങനെ ഓരോന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും എഴുതിക്കാന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ. ഓരോന്നും നേരെ ഏതൊക്കെയാണ് എഴുതിയെന്നുള്ളത് നമ്പർ 1 2 3 4 5 6 7 8 നമ്പർ ഇട്ടിട്ട് നേരെ എഴുതി പോവാ. ഓക്കെ ആണല്ലോ പറഞ്ഞത്? യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെടാ, എന്തിനാണ് ഈ സയൻസും റൂൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യണം എന്ന് പറയാൻ കാരണം? ഇൻ ഓർഡർ ടു എൻഷുർ ദ റോഡ് സേഫ്റ്റി അല്ലെ, നമ്മുടെ റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അതേപോലെ തന്നെ സ്മൂത്ത് ട്രാഫിക്, സുഗമമായ ഗതാഗതം നിയന്ത്രിക്കാനും ആക്സിഡന്റ്സ് കുറയ്ക്കാനും അപകടങ്ങൾ തടയുകയും ചെയ്യാനാണ് ഈ പറയുന്ന ഓരോ ബോർഡ്സും ഫോളോ ചെയ്യണം എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തം. പെഡസ്ട്രെയിൻസ് അല്ലെ, കാൽനട യാത്രക്കാരും മോട്ടോറിസ്റ്റും എന്തായാലും മസ്റ്റ് ആയിട്ട് അല്ലെ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം തന്നെ പാലിക്കണം. ദെൻ ഒബേയിങ് ട്രാഫിക് റൂൾസ്, ഈ പറഞ്ഞ ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നത് പ്രൊട്ടക്ട് യുവർ സേഫ്റ്റി ആൻഡ് അതർ സേഫ്റ്റി, നമ്മുടെ സുരക്ഷയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സുരക്ഷയും സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഓരോന്നും നമ്മുടെ സുരക്ഷയും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നു. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ കുറച്ച് പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്ലക്കാർഡ്സും കാണാം, അതേപോലെ തന്നെ സ്ലോഗൻസും കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്കിപ്പോ ഈ പറഞ്ഞ റോഡ് സേഫ്റ്റി ഡേ അല്ലെങ്കിൽ റോഡ് സംരക്ഷണ സുരക്ഷാ ദിനത്തോടൊക്കെ അനുബന്ധിച്ച് സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ പ്ലക്കാർഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞ എല്ലാവരും സേഫ് ആയിട്ട്
സെക്യൂർ ആയിട്ട് യാത്ര ചെയ്യുക, സേഫ് ആൻഡ് സെക്യൂർ ജേർണി, അതേപോലെ തന്നെ യൂസ് സീബ്ര ക്രോസിംഗ്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയണേ, ഡോണ്ട് ഗോ ഫാസ്റ്റ്, അല്ലെ, ഒബേ ദ ട്രാഫിക് റൂൾസ്, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അങ്ങനെ 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 പലതരത്തിലുള്ള പ്ലക്കാർഡ്സ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ ആണോ പറഞ്ഞ കാര്യം? യെസ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വളരെ ഷോർട്ട് ആയിട്ട് ഈ ചാപ്റ്ററിലെ കുറച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും ടോപ്പിക് നമുക്ക് നോക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സ്കൂളിലെ ഒരു സെറ്റ് ഓഫ് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. സ്കൂളിലെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഇതൊന്നും പാലിച്ചില്ല എങ്കിൽ എങ്ങനെയായിരിക്കും അത് അഫക്ട് ചെയ്യാന്നുള്ളത് അല്ലെ, ബാധിക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വാട്ട് ഈസ് ലോ അഥവാ എന്താണ് നിയമം എന്ന് പറയാനാണ് അല്ലെ. അത് കഴിഞ്ഞ് നിയമം അല്ലെങ്കിൽ വാട്ട് ഫങ്ഷൻ ഡു ദ ലോസ് പെർഫോംസ്, സമൂഹത്തിൽ നിയമങ്ങൾ എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പോയത് മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ടുള്ള ഹൗ ദ ലോസ് ആർ ഫോംഡ് അല്ലെ, നിയമങ്ങൾ എത്ര തരത്തിൽ അല്ലെങ്കിൽ നിയമങ്ങൾ എത്ര തരത്തിലുണ്ട്, എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ലോ മേക്കിംഗ്, നിയമ നിർമ്മാണ സഭയെ, പാർലമെന്റിനെയും അതേപോലെ തന്നെ കേരള നിയമ നിർമ്മാണ സഭയെയും നമ്മൾ കണ്ടു. ഇമ്പോർട്ടന്റ് ആണ്. സൈൻ ബോർഡ്സ് പഠിച്ചു അല്ലെ. ഇനി സൈൻ ബോർഡ്സ് പാലിക്കേണ്ടത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്ക് കുറച്ചധികം നിയമങ്ങളും എന്തിനാണ് ഈ നിയമങ്ങൾ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കാം. വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കി ഡിസ്കസ് ചെയ്യാം. സോ അതുവരെ എല്ലാവർക്കും ബൈ.